കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തത് ഒരു പ്രധാനപ്പെട്ട പേര്, അത് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA പേരാണ്. ഇന്നത്തെ ഒരു വിവാദങ്ങളുടെ ദിവസമായ ആ ദിവസത്തിന് ശേഷം അബ്ദുറഹ്മാൻ രണ്ടത്താണി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. അങ്ങ് സാധാരണ എപ്പോഴും വളരെ പ്ലസൻ്റായി കാണുന്ന ഒരാളാണ്, എപ്പോഴും ചിരിച്ച് ആൾക്കാരോട് ഇടപഴകുന്ന ഒരാളാണ്. ഇന്ന് അങ്ങയുടെ മുഖത്തൊരു വിഷാദമാണ്, പാവം. അത്രമേൽ വേദനിക്കുകയാണ്. വിഷാദത്തിൻ്റെ വിഷയമൊന്നുമില്ല. ഞാനെപ്പോഴും ഈ പൊതുരംഗത്ത് ഒരു നേരിൻ്റെ വഴി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും. ഇക്കുറി സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് മുമ്പ് ലീഗ് ഒരു സെമി കേഡർ പാർട്ടി പോലെയാണ്. പലപ്പോഴും ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് എന്നൊരു തീരുമാനം വന്നാൽ ചോദ്യം വരാറില്ല. വനിതകൾ പോലും പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. നൂർബീന റഷീദ് പോലും പ്രതിഷേധിക്കുന്നു. കാരണം എന്താ, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരെ ഒഴിവാക്കി മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിൽ ആൾക്കാർ വരുന്നു എന്ന് പറയും. പൊതുവിൽ ഈ പ്രാവശ്യം പട്ടിക ഒരു സന്തോഷവും ആവേശവും അല്ലല്ലോ തന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ ജനറേഷൻ്റെ ഒരു സവിശേഷത, അവർ കാര്യങ്ങൾ പഠിക്കും. അധികാര രാഷ്ട്രീയം, പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. അത് സ്വാഭാവികമാണ്. അതിനെ നേതൃനിരയിൽ വരുന്ന ഏതൊരാളും അധികാര രാഷ്ട്രീയത്തിൻ്റെ പങ്കാളിയാകാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വനിതകളാണെങ്കിലും മറ്റാരാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അവരുടെ വിയോജിപ്പുണ്ടാക്കും. ആ വിയോജിപ്പുകൾ ജനാധിപത്യ രീതിയിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ അതെവിടെയോ ഒരു വലിയ അപകടകരമായ നീക്കം നടക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങളാണ്. അല്ല, അത് അവർ പറയുന്നതിൽ കൃത്യതയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ ചുമതല. അത് നിർവഹിക്കപ്പെടണം എന്നതാണ്. എങ്ങനെയാണ് ശരിക്കും ഇവർ കടന്നു വരുന്നത്? സാധാരണ പണ്ട് നമ്മൾ ശിഹാബ് തങ്ങളുടെ കാലം, ഹൈദരലി തങ്ങളുടെ കാലം ഒക്കെ കാണുമ്പോഴും അതിലൊരു പ്രോസസ്സുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഇന്നയാളാണ് വരിക എന്ന്. പെട്ടെന്നൊരു സർപ്രൈസ് ഒന്നും വരാറില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങൾ ശരിയായൊരു അങ്ങനെയുള്ളൊരു മുശാവറയും തീരുമാനമെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ ആ തീരുമാനമെടുത്താൽ ആ തീരുമാനം വളരെ പ്രകടമാണ്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന നിഷ്കളങ്കരായ നേതാക്കന്മാർ ഒരിക്കലും ആ പ്രോസസ്സിങ്ങിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി വരും കാര്യങ്ങളില്ലെങ്കിലും ആ സൂക്ഷ്മത ഉണ്ടാകണം. ആ പ്രോസസ്സ് വളരെ പ്രധാനമാണ്. ആ പാളിച്ച എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യം പറ്റിയ പാളിച്ച? എവിടെ നിന്നാണ് ഈ പാളിച്ച ഉണ്ടാകുന്നത്? എന്തായാലും നേതൃനിരയിൽ നിന്നാണല്ലോ. ഞാൻ ഇത്തരമൊരു എനിക്ക് അധികാരത്തോട് ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കാം. ഞാൻ നിഷേധിക്കുന്നവനല്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായി നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ പ്രക്രിയയുടെ അധികാരങ്ങൾക്ക് വേണ്ടി അവരാഗ്രഹിക്കുന്നത് ഒരു വലിയ അപരാധമാണെന്ന് കരുതുന്നയാളല്ല ഞാൻ. അതുകൊണ്ട് അതൊന്നും ഞാനില്ല എന്ന് പറയില്ല. എന്നാലും അങ്ങ് ദുഃഖിതനാണ്. അങ്ങയ്ക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പിന്തുണ തരാൻ LDF ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടുണ്ട്. CPM നേതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നു. CPMൻ്റെ പ്രധാന നേതാക്കൾ തന്നെ അങ്ങയുമായി ബന്ധപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടിയുടെ സുപ്രീമോ എന്ന് പറയുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം തീർത്ത് പറഞ്ഞു, ഞാൻ ചേർത്ത് പിടിക്കും. ഞാൻ ചേർത്ത് പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വളരെ ഗൗരവത്തോടും വിശാലാർത്ഥത്തിലും ഞാൻ കാണുകയാണ്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അങ്ങുമായി വളരെ അടുപ്പമുള്ള ആളാണ് A. വിജയരാഘവൻ. അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ വളരെ കൃത്യമായി പറയുകയാണ്, അബ്ദുറഹ്മാൻ ആ പാർട്ടിക്ക് വേണ്ടി എന്നും നിലപാടെടുത്തു നിന്ന ഒരാളാണ്, ട്രിബിൾ ഷൂട്ടറാണ്. അദ്ദേഹത്തിന് ഈ അവസ്ഥ വരരുത്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സഹായിക്കുന്നു. പാർട്ടിക്കെതിരെ വരുന്ന ഏത് ആരോപണങ്ങളെയും കൃത്യതയോടുകൂടി പഠിച്ച് പ്രതിരോധിക്കാറുണ്ട്. അതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വേദന ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യാത്തവർക്ക് വേദന ഉണ്ടാകില്ല. പലരും അങ്ങയോട് സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണ തരാമെന്ന് ഇടത് മുന്നണി പോലും പറയുകയാണ്, പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പലരും പറയുന്നു. പക്ഷേ അതേസമയത്ത് എനിക്ക് എൻ്റേതായ ഒരു നിലപാടുണ്ട്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് എപ്പോഴും സ്വപ്നം കാണുന്നത്. ആ നിലപാടുകളുടെ കൃത്യതയോട് കൂടി കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളായിരിക്കും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഈ രാഷ്ട്രീയം എപ്പോഴും അവസരങ്ങളുടെ കലയാണല്ലോ. അങ്ങേക്ക് ഇപ്പോഴാണ് അവസരം, ഒരു പുറത്തു നിന്നൊരു പിന്തുണ കിട്ടാനുള്ള സാധ്യത. ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ പാർട്ടിക്കകത്ത് ഒരു ആ പാർട്ടിയിൽ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലൊരു അംഗം എപ്പോഴും ആ കുടുംബത്തിനകത്തൊരു സാംക്രമിക രോഗം വരുന്നതിന് ഭയപ്പെടും. അങ്ങനെ സാംക്രമിക രോഗങ്ങൾ എൻ്റെ സംഘടനയിൽ ഉണ്ടാകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമേ ഞാൻ
ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ സമയത്തും നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതിന് നന്ദി. അബ്ദുറഹ്മാൻ രണ്ടത്താണി തെളിമയോടെ സഭയിലും സഭയ്ക്ക് പുറത്തും സംസാരിക്കുന്ന ആളാണ്. ഇപ്പോഴും പറയുകയാണ്, സമയമെടുത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുമെന്ന്. ക്യാമറാമാൻ അനൂപസ് നായർക്കൊപ്പം രണ്ടത്താണിയുടെ വസതിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.